ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്നത്തെ നമ്മളുടെ അല്പനേരത്തെ ചിന്തയ്ക്കായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 33-ാം വാക്യം. ഒന്നുകിൽ വൃക്ഷം നല്ലത് ഫലവും നല്ലത് എന്ന് വയ്പീൻ, അല്ലെങ്കിൽ വൃക്ഷം ചീത്ത ഫലവും ചീത്ത എന്ന് വയ്പീൻ. ഫലം കൊണ്ടല്ലോ വൃക്ഷം അറിയുന്നത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉപദേശത്തിലുള്ള അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ വാക്കുകളാണിത്. ഇവിടെ കാണുന്നത് വൃക്ഷത്തിന്റെ ഫലം കൊണ്ടാണ് വൃക്ഷത്തെ തിരിച്ചറിയുന്നത്. ഒരു വൃക്ഷം നല്ലതാണോ അല്ലെങ്കിൽ നല്ലതല്ലയോ എന്ന് മനസ്സിലാക്കുന്നത് ആ വൃക്ഷത്തിന്റെ ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആത്മീകമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്നത്തെ ചിന്ത എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുവിക്കുന്ന ഫലം. അതാണ് ഇന്നത്തെ നമ്മളുടെ ഇതുമായി ബന്ധപ്പെട്ട ചിന്ത എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ എന്ന് പറയുന്നത് അത് നല്ലതാണെങ്കിൽ അത് ഒരു നല്ല ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. എന്നാൽ ചീത്തയായ വാക്കുകളാണെങ്കിൽ അതൊരു നല്ല ഹൃദയത്തിൽ നിന്ന് വരുന്നതല്ല. അപ്പോൾ മനുഷ്യന്റെ വായുടെ ഫലത്താൽ അവനെ തിരിച്ചറിയുവാൻ കഴിയും. ഹൃദയത്തിന്റെ ഫലം എന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചിന്തയാണ്. നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത്, സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നമ്മുടെ വാക്കുകൾ എന്ന് പറയുന്നത് എപ്പോഴും ശ്രദ്ധേയമാണ്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളെ മറ്റു മനുഷ്യർ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നല്ല ഹൃദയത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ ആ പിതാവായ ദൈവത്തിൽ നിന്ന് നമുക്ക് വരുന്ന പരിശുദ്ധാത്മാവിനാൽ ആത്മീകമായി നല്ല ചിന്തകളെ നമുക്ക് പുറപ്പെടുവിക്കുവാൻ കഴിയും. ഹൃദയത്തിനകത്ത് അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നുവെങ്കിൽ ആ ദൈവത്തിന്റെ ആത്മാവിനാൽ നല്ല ഫലങ്ങളെ നമുക്ക് പുറപ്പെടുവിക്കുവാൻ കഴിയും. നമുക്കറിയാം, ഒരു മനുഷ്യന്റെ വാക്കുകളാണ് അവനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഒരു വാക്ക് എന്ന് പറയുന്നത് ഒരു തെറ്റാണെങ്കിൽ അത് പിന്നെ തിരിച്ചെടുക്കുവാൻ കഴിയുകയില്ല. കയ്യിൽ നിന്ന് പോകുന്ന വാക്ക് അല്ലെങ്കിൽ നമ്മുടെ വായിൽ നിന്ന് പോയ വാക്ക് എന്ന് പറയുന്നത് തിരിച്ചെടുക്കുവാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ നല്ല ഹൃദയത്തിൽ നിന്ന് നല്ല നിക്ഷേപങ്ങളെ പുറപ്പെടുവിക്കുന്നു. ഇന്ന് നമ്മുടെ ചിന്ത, നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു കഴിയുമ്പോൾ അവൻ നമുക്ക് പരിശുദ്ധാത്മാവിനെ പിതാവിനോട് അപേക്ഷിച്ച് നമുക്ക് തരും. ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നുവെങ്കിൽ നമുക്ക് ഇന്ദിരിജയം തന്ന് നല്ല വാക്കുകളെ പുറപ്പെടുവിക്കുവാൻ കഴിയും. അപ്പോൾ നാം നല്ലതാണെന്ന് തിരിച്ചറിയും. എന്നാൽ അതിനെ എതിരായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തില്ലെങ്കിൽ നമ്മുടെ വാക്കുകളാൽ ഒരുപക്ഷെ നമ്മൾ കെണിയിലായി പോകും. അതുകൊണ്ട് നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു. ആകാത്ത വൃക്ഷം എന്ന് പറയുന്നത് ആകാത്ത ഫലം കായ്ക്കുന്നു. അതുകൊണ്ട് ഇവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, വൃക്ഷത്തിന്റെ ഫലം കണ്ട് എപ്പോഴും വൃക്ഷത്തെ മനസ്സിലാക്കുവാൻ കഴിയുന്നു. അതുകൊണ്ട് ഇന്നത്തെ നമ്മളുടെ ചിന്തയെന്ന് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നും വരുന്ന വാക്കുകൾ എന്ന് പറയുന്നത് അവന്റെ ഹൃദയത്തിന്റെ ഉൾചിന്തകളെ വെളിപ്പെടുത്തുന്നതാണ്. ഇതിന് താഴോട്ട് നമ്മൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ഹൃദയം തുളുമ്പുന്നതല്ലോ വായ സംസാരിക്കുന്നത് എന്നുള്ള കാര്യമാണ്. ഹൃദയം തുളുമ്പി നിൽക്കുന്നത് എന്താണ്? അത് വായിൽ നിന്ന് വരുന്നു. ഒരു മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് സന്തോഷമാണ് ഇരിക്കുന്നതെങ്കിൽ, സന്തോഷം ഹൃദയത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്നുവെങ്കിൽ അവന് സന്തോഷത്തിന്റെ വാക്കുകൾ വന്നുകൊണ്ടേയിരിക്കും. ഒരു മനുഷ്യന്റെ അകത്ത് കോപം ഇരിക്കുന്നതാണെങ്കിൽ അവന് കോപത്തിന്റെ വാക്കുകൾ വന്നുകൊണ്ടേയിരിക്കും. ഒരു മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് വളരെ ദുഃഖമാണെങ്കിൽ അവന്റെ സംസാരത്തിൽ ചില ദുഃഖത്തിന്റെ അവസ്ഥകൾ കാണുവാൻ സാധിക്കും. അപ്പോൾ ഹൃദയത്തിന്റെ അകത്തുള്ള ചിന്തകളാണ് പുറപ്പെടുവിക്കുന്നത്. അതായത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, കർത്താവിനെ എപ്പോഴും സന്തോഷിപ്പീൻ എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അറിഞ്ഞു കഴിയുമ്പോൾ പിതാവിലൂടെ നമ്മൾ വളരെ അനുഭവത്തിലേക്ക് കടന്നു വരികയാണ്. കർത്താവിൽ സന്തോഷിക്കുന്ന അനുഭവം നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ
നമുക്ക് സന്തോഷത്തിന്റെ വാക്കുകൾ വരും. നമ്മുടെ സാഹചര്യം എന്ന് പറയുന്നത് നമ്മൾ സന്താപത്തിൻ്റെതാണെങ്കിലും കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നുവെങ്കിൽ ആ ഹൃദയം എന്ന് പറയുന്നത് സന്തോഷം കൊണ്ട് നിറയും. പരിശുദ്ധാത്മാവിന്റെ ഫലമാണ് സന്തോഷം. അപ്പോൾ നമ്മിൽ നിന്നും പുറപ്പെടുവിക്കുന്ന വാക്കുകൾ എന്ന് പറയുന്നത് സന്തോഷത്തിന്റെ ആയിരിക്കും. നമ്മുടെ ജീവിതം ഇന്നും മുന്നോട്ട് പോകുമ്പോൾ എപ്പോഴും സന്തോഷത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകണമെന്നില്ല. എന്നാൽ കർത്താവ് നമ്മളിൽ വസിക്കുന്നു എങ്കിൽ ഏത് പ്രതികൂലത്തിന്റെ അടിസ്ഥാനത്തിലും നമ്മുടെ ഹൃദയത്തിനകത്ത് സന്തോഷം നിറഞ്ഞു സന്തോഷം പുറപ്പെടുവിക്കുവാൻ കഴിയും. എന്നാൽ നമ്മളിൽ ദൈവമില്ല, പരിശുദ്ധാത്മാവ് വസിക്കുന്നില്ല, ദുഷ്ടപിശാചിന്റെ അവസ്ഥയിൽ നമ്മൾ ആ ദുഷ്ടചിന്തകളാൽ മുന്നോട്ട് പോകുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ വാക്കുകൾ എന്ന് പറയുന്നത് ദുഷ്ടവാക്കുകളായിരിക്കും, ചതി വഞ്ചന എന്നതായിരിക്കും. കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, കഴുകാത്ത കൈ കൊണ്ട് കഴിക്കുന്നതിനെ പറ്റി ചിലയിടങ്ങളിൽ പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കഴുകാത്ത കൈകൊണ്ട് കഴിച്ചെന്ന് പറഞ്ഞ് ഒരുത്തൻ അശുദ്ധനാകുകയില്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് നമ്മളെ അശുദ്ധമാക്കുന്നതാണ് എന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ ഇതൊരു ആത്മീക ചിന്തയാണ്. നമുക്ക് ആഹാരം കഴിക്കുമ്പോൾ നമ്മുടെ കൈ കഴുകണം, എന്നാൽ ഇത് അതിനപ്പുറമായിട്ടുള്ളൊരു ആത്മീക ചിന്തയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. നമ്മളുടെ പുറത്തു നിന്നും അകത്തോട്ട് വരുന്നതല്ല നമ്മളെ അശുദ്ധമാക്കുന്നത്, നമ്മളിൽ നിന്ന് പുറപ്പെടുവിക്കുന്നതാണ് നമ്മളെ അശുദ്ധമാക്കുന്നതാണ് കർത്താവ് പറയുന്നത്. ദുശ്ചിന്ത, ചതി, വഞ്ചന, ദൂഷണം ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നു എങ്കിൽ അത് നമ്മള് ഹൃദയത്തിന്റെ ഫലത്തെ കാണിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നമ്മളെ അശുദ്ധമാക്കുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ അകത്തു നിന്നും വരുന്ന വാക്കുകളാണ്. യേശു പറയുന്ന ഒരു കാര്യം, ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് നമ്മളെ അശുദ്ധമാക്കുന്നത്. അതുകൊണ്ട് ഹൃദയത്തിൽ നിന്ന് വരുന്നത് ചീത്തയായ കാര്യങ്ങളാണെങ്കിൽ അത് നമ്മളെ അശുദ്ധമാക്കും. ഇവിടെയെല്ലാം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഹൃദയത്തിലെ ചിന്തയാണ് നമ്മുടെ വായിൽ നിന്നും പുറപ്പെടുവിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം നമ്മൾ സ്വീകരിച്ച് ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് ദൈവാത്മാവിനാലുള്ള സന്തോഷത്താൽ നിറഞ്ഞു നിൽക്കും. അപ്പോൾ ഏത് സന്താപത്തിന്റെ കാലത്തും അല്ലെങ്കിൽ വലിയ ദുഃഖത്തിന്റെ കാലത്തും നമുക്ക് സന്തോഷം പുറപ്പെടുവിക്കുവാൻ കഴിയും. ഹൃദയത്തിനകത്ത് യേശു വസിക്കണം. നല്ല വൃക്ഷം ആയി മാറണമെങ്കിൽ എന്ന് പറഞ്ഞാൽ നല്ല ഒരു വ്യക്തിത്വത്തിന് ഉടമ ആയി മാറണമെങ്കിൽ നമുക്ക് ആത്മീകമായിട്ട് ദൈവത്തോടടുത്ത് ആ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ നമ്മൾ നല്ല ഫലം പുറപ്പെടുവിക്കുന്ന വൃക്ഷത്തെ പോലെ ആയി മാറും. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, നല്ല വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലം പുറപ്പെടുവിക്കുന്നു, ആകാത്ത വൃക്ഷം തിന്മയുടെ ഫലം പുറപ്പെടുവിക്കുന്നു എന്ന് പറയുമ്പോൾ ആ തിന്മയുടെ വൃക്ഷങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കൽ വെട്ടി തീയിലിടും. ഇതും ഒരു ആത്മീകമായിട്ട് ചിന്തയാണ്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിനകത്തു നിന്ന് നന്മയും സന്തോഷവും കടന്നു വരണമെങ്കിൽ ആ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ഈ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മുൻപോട്ട് സഞ്ചരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നമുക്കൊരു നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയും. നല്ല വൃക്ഷം നല്ല ഫലം പുറപ്പെടുവിക്കുന്നു, ചീത്തയായ വൃക്ഷം ചീത്തയായ ഫലം പുറപ്പെടുവിക്കുന്നു. വൃക്ഷത്തിന്റെ ഫലമാണ് വൃക്ഷത്തെ കാണിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിനകത്തുനിന്ന് വരുന്ന ചിന്തകള് അല്ലെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ് നമ്മളെ ഐഡന്റിഫൈ ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നന്മയുടെ അവസ്ഥകൾ വരാൻ ആ ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിനകത്ത് ധ്യാനിച്ച് ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ക്രിസ്തു നമ്മുടെ അകത്ത് വസിക്കുമ്പോൾ നമ്മളിൽ നിന്ന് നന്മയുടെ ചിന്തകൾ കടന്നു വരും. പരിശുദ്ധാത്മാവിന്റെ ഫലമായ സന്തോഷം നമ്മളിൽ നിന്ന് കടന്നു വരും. അത് നമ്മളിൽ ഊർജമാണ് ഉണ്ടാക്കുന്നത്. തിന്മയുടെ വൃക്ഷം ഉണ്ടാകുന്നത് സാത്താന്റെ ശക്തിയിൽ നിന്നാണ്. സാത്താന് നമ്മൾ ചെവി കൊടുക്കരുത്. അശുദ്ധ ചിന്തകളിൽ നമ്മൾ ചെവി കൊടുക്കരുത്. നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലെ അശുദ്ധ ചിന്തകൾ പിശാചിനാലാണ് വരുന്നതാണ്. അതുകൊണ്ട് മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്,
ആദിമകാലത്ത് നമുക്കറിയാം ഹവ്വയെ വഞ്ചിച്ചത് പാമ്പാണ്, പിശാചാണ്. പിശാചിന് ചെവി കൊടുത്തു. അവൾ പിശാചിന് ചെവി കൊടുത്തപ്പോൾ അവളും മനുഷ്യനും വഞ്ചിക്കപ്പെട്ടു. അവളിൽ നിന്നും ഒരു തിന്മയുടെ ഫലം പുറപ്പെടുവിച്ചു. എന്തുകൊണ്ടാണ്? സാത്താന് ചെവി കൊടുത്തത് കൊണ്ട്. ഇവിടെ കാണുന്നത് നമ്മൾ ദൈവത്തിനും ദൈവത്തിന്റെ വചനത്തിനും ചെവി കൊടുക്കണം. അവിടെ നമുക്ക് മനസ്സിലാകുക ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. ഏദൻ തോട്ടത്തിൽ ഈ തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ ഭക്ഷിക്കരുതെന്ന് പറയുമ്പോൾ അത് ദൈവത്തിന്റെ വചനമാണ്. ആ ദൈവത്തിന്റെ വചനം അവർ ചെവിക്കൊണ്ടില്ല. ആ ദൈവത്തിന്റെ വചനം അവർ ചെവിക്കൊണ്ടിരുന്നെങ്കിൽ അവർക്ക് ആ നന്മയായ ഏദൻ തോട്ടം നഷ്ടപ്പെടത്തില്ലായിരുന്നു. ഒരു പക്ഷേ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്നത് നിന്റെ ഹൃദയത്തിനകത്ത് ദൈവത്തിന്റെ വചനത്തിന് സ്ഥാനം കൊടുക്കണം. നിന്റെ ഹൃദയത്തിനകത്ത് ദൈവത്തിന്റെ വചനത്തിന് സ്ഥാനം കൊടുക്കുമ്പോൾ ആ ദൈവവചനം നമ്മളിൽ ദൈവത്തിന്റെ ആത്മാവായി ഉരുവിടും, ശക്തിപ്പെടും, ബലപ്പെടും. അങ്ങനെ നമ്മളിൽ നിന്ന് ദൈവത്തിന്റെ വചനങ്ങൾ പുറപ്പെടുകയും, കാരണം നമ്മൾ ദൈവവചനത്തിന് ഹൃദയത്തിൽ സ്ഥാനം കൊടുത്തു. അതുകൊണ്ട് ഇവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ആ ഹവ്വ ദൈവത്തിന്റെ വചനത്തിന് ചെവി കൊടുത്തിരുന്നു എങ്കിൽ ഒരുപക്ഷെ അവരുടെ നന്മ നഷ്ടപ്പെടത്തില്ലായിരുന്നു. അതുകൊണ്ട് ഹൃദയത്തിൽ നിന്നും വരുന്നത് എന്താണ്? നന്മയാണോ തിന്മയാണോ? ഈ നന്മ വരണമെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മൾ ഹൃദയത്തിൽ ധ്യാനിക്കണം എന്നുള്ളൊരു വലിയ വെളിപ്പാടാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഹവ്വ ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചില്ല, അതനുസരിച്ചില്ല. അതുകൊണ്ട് അവളിൽ നിന്നും തിന്മയുടെ അവസ്ഥ പുറപ്പെടുവിച്ചു, അനുസരണക്കേടിന്റെ അനുഭവം പുറപ്പെടുവിച്ചു. അതുകൊണ്ട് അവരുടെ നന്മ നഷ്ടമായി. അതുകൊണ്ട് ഇന്ന് നമുക്ക് ആത്മീകമായി ലഭിക്കുന്ന ഒരു പാഠം എന്ന് പറയുന്നത്, നമ്മൾ ദൈവത്തിന്റെ വചനം ഹിയർ ചെയ്യുമ്പോൾ ആ ദൈവത്തിന്റെ വചനം നമ്മളിൽ ഉരുവാകും. അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ വചനം ധ്യാനിക്കുമ്പോൾ നമ്മളിൽ സ്ഥാനം കിട്ടും. മറിച്ച് ഈ ദൈവത്തിന്റെ വചനം മാറ്റി ലൗകികമായ സാത്താന്യ ചിന്തകളിലേക്ക് നമ്മൾ കടന്നു വരുന്നു എങ്കിൽ നമ്മളിൽ നിന്നും ഒരു ആകാത്ത വൃക്ഷം പോലെ ഫലം പുറപ്പെടുവിക്കും. നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം പുറപ്പെടുവിക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം പുറപ്പെടുവിക്കുന്നു. അതുകൊണ്ട് ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, തിന്മ എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്നും പുറപ്പെടുവിക്കുന്നതാണെങ്കിൽ അത് സാത്താനിൽ നിന്നും വരുന്നതാണ്, അല്ലെങ്കിൽ ഒരു എതിർശക്തിയിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിന് നമ്മൾ ചെവി കൊടുക്കുന്നുവെങ്കിൽ അത് നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് നമ്മളിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. എങ്ങനെയാണ് നല്ല വൃക്ഷം നല്ല ഫലം പുറപ്പെടുവിക്കുന്നത് ചോദിക്കുന്നത് പോലെ, നല്ല മനുഷ്യർ എങ്ങനെ നല്ലത് പുറപ്പെടുവിക്കുന്നു? ദൈവത്തിന്റെ വചനം നമ്മളിൽ ക്രിയ ചെയ്യുമ്പോൾ. അതിനെതിരായിട്ട് ദൈവവചനം കേൾക്കുന്നില്ലെങ്കിൽ നമ്മളിൽ നിന്ന് തിന്മയുടെ അവസ്ഥ, ദുഷിച്ച ചിന്തകളും ചതി വഞ്ചനയുടെ അവസ്ഥകളും പുറപ്പെടുവിക്കും. അതുകൊണ്ട് ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ഇന്നത്തെ നമ്മളുടെ ചിന്ത എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ഫലം എന്നതാണ്. നല്ല വൃക്ഷത്തെ പോലെ നല്ല ഫലം പുറപ്പെടുവിക്കുന്നു എങ്കിൽ അത് എന്നും നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ആ പിതാവായ ദൈവത്തിലേക്ക് ക്രിസ്തുവിലൂടെ കടന്നു വരുമ്പോൾ നമുക്ക് ഒരു രക്ഷ നൽകി ദൈവം നമ്മളെ വിടുവിക്കും. അതുകൊണ്ട് ആ വചനം നമ്മളിൽ ക്രിയ ചെയ്യും. അതുകൊണ്ട് നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ചീത്ത വൃക്ഷമൊക്കെയും ചീത്ത ഫലം പുറപ്പെടുവിക്കുന്നു. വൃക്ഷത്തിന്റെ ഫലം കൊണ്ട് വൃക്ഷത്തെ തിരിച്ചറിയാം. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ ആ ദൈവത്തിന്റെ വചനത്തിനകത്ത് നമ്മൾ ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കുമ്പോൾ നല്ല ഫലം പുറപ്പെടുവിക്കുന്ന ഒരു വൃക്ഷത്തിന് നാം തുല്യരാകും എന്നുള്ളൊരു ദൈവിക സന്ദേശമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.